ഇവ വന്നിട്ട് ഒരു 30 പുഷപ്പ് എടുക്കും ഷോട്ടിന് മുമ്പ്. സ്റ്റേജിൽ കയറുന്ന മുന്നേ നമ്മൾ സാധാരണ ഒരു 100 പുഷപ്പ് അടിച്ചിട്ടാണ് പോകില്ല. അപ്പം എനിക്ക് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടായിരുന്നു പറഞ്ഞ മാതിരി ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യണത്. പക്ഷെ എൻ്റെ ചുറ്റുപാട് ഇത്രയും ടാലൻറ്റഡും ഇത്രയും വാമായ ആക്ടേഴ്സും അങ്ങനത്തെ ഒരു കാസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇറ്റ് വാസ് മച്ച് മോർ ഈസിയർ എക്സ്പീരിയൻസ്. പിന്നെ ആഷിക്കേട്ടനും നമ്മളെ വളരെ ഒരു പ്രസൻസ് ഉണ്ട്. അവർ ക്യാമറേൻ്റെ ബാക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നല്ലൊരു രീതിയുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ആ ഒരു നെർവസ്നെസ് ഉണ്ടാവുമല്ലോ. പക്ഷെ അത് റിമൂവ് ചെയ്യാൻ പറ്റിയ ഡയറക്ടറായിരുന്നു. ആൻഡ് ദാറ്റ് ടു താങ്ക് ആഷിക്കേട്ടൻ ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദിസ്. ബിക്കോസ് പറഞ്ഞ മാതിരി ഇവർ മുന്നിലൊക്കെ ഞങ്ങൾക്ക് ഐ ഹാവ് നോ ഐഡിയ റൈറ്റ്. പക്ഷെ ആദ്യമായിട്ടൊന്ന് ചെയ്യുമ്പോൾ ഇറ്റ്സ് എൻ ഓണർ. അതെ, സൂരജിന്റെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് തന്നെ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവ വന്നിട്ട് ഒരു 30 പുഷപ്പ് എടുക്കും ഷോട്ടിന് മുമ്പ്. എന്നിട്ട് പോയിട്ടാ പുള്ളി സ്ട്രഗ്ലിംഗ് സീൻസ് ഒക്കെ അഭിനയിക്കുന്നത്. സോ ഇറ്റ് വാസ് പാഷനേറ്റ് ടു വാച്ച് ഹിം ഓൾസോ. വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അല്ല, ഇതിന് മുന്നേ ഞാൻ സ്റ്റേജിലാണ് യൂഷ്വലി പെർഫോം ചെയ്യല്. അപ്പം ആ സ്റ്റേജിൽ കയറുന്ന മുന്നേ നമ്മൾ സാധാരണ ഒരു 100 പുഷപ്പ് അടിച്ചിട്ടാണ് പോകില്ല. അപ്പം ആ സെയിം ടെക്നീക്ക് ഇവിടെ യൂസ് ചെയ്യാനായിരുന്നു മനസ്സിലുണ്ടായത്. പിന്നെ അതും നമ്മൾ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെടി കൊള്ളുന്ന സീനായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് പമ്പാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ പേടിച്ചു വിറച്ചു മോനെ സുരജ് അല്ല ഹനുമാൻ കൈൻ്റെ ഒക്കെ ആണല്ലോ ഇവൻ. അപ്പൊ പോയി എങ്ങനെ എണ്ണി അങ്ങനെ വാമാക്കിട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇവര് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിട്ടാണ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റിയത്. ലൈക്ക് it was really fun. It was a beautiful time and yeah. നമ്മളെ ഫസ്റ്റ് ലവ് മ്യൂസിക് ആണ്. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ റൈറ്റ്. അതും ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യണ മുന്നേ തന്നെ അത് ആഷിക്കേട്ടനോട് പറഞ്ഞതായിരുന്നു. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് I was able to see എങ്ങനെയുണ്ട് and how much I actually enjoyed it, right? It could be because of the cast, it could be because of the director and everything, but also personally എനിക്ക് ഈ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയത് എങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഇതുവരെ ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് റൈറ്റ്. ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഓൾസോ. ബട്ട് അതിൻ്റെ സിമിലാരിറ്റീസ് ഉണ്ട് ബിക്കോസ് രണ്ടും ആർട്ടാണല്ലോ. ബോത്ത് ആർ it's an experience personally and for the visual the audience. Appa adonde always music the first love avum. പക്ഷെ അത് let's see whatever happens right. എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ലേ ഞാൻ ഇതിലേക്ക് വന്നത്. പാട്ടാണെങ്കിലും എന്താണെങ്കിലും because it's just I do what I can get to do and I enjoy doing it and I'm going to try my best. So nallൊരു റോൾ കിട്ടുകയാണെങ്കിൽ or if I see something that I enjoy or even if I want to try something out I'll try. But whatever it is അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ല. ആക്ച്വലി പേടി കൊണ്ടുവന്നത് ഈ സൈഡിൽ നിന്നാണ്. No jokes is that actually ധൈര്യം തന്നത് എല്ലാവരും സുരഭിച്ചേറ്റ് നന്നായിട്ട് തന്നെ എല്ലാവരും തന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു എൻവയറമെന്റ് ഉണ്ട്. It's like because ഇപ്പൊ എല്ലാവരും ഇവിടെ കാണുന്നുണ്ടല്ലോ. എല്ലാവരും like everyone's like family, everyone's joking and having a good time. ആൻഡ് നമ്മൾ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയ ആക്ടേഴ്സിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്കും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. ഹൗ വുഡ് ഇറ്റ് ഗോ, ഹൗ വുഡ് ദേ ബി. ബട്ട് ഇൻസ്റ്റൻ്റ്ലി അവരോട് സംസാരിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും എവ്രിവൺ ഇസ് സോ നൈസ് ആൻഡ് സോ വാർം ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്.